സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം സിപിഐഎം പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, വളരെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ അദ്ദേഹം ഇന്നലെ നടത്തുകയുണ്ടായി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെയാണ് എം വി ഗോവിന്ദന്റെ പരാമർശങ്ങളുടെ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. സിപിഐഎമ്മിന്റെ ഭീകരമായിട്ടുള്ള തോൽവി, അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് ശരിക്കും തോറ്റു എന്നാണ്. ആ ഭീകരമായിട്ടുള്ള തോൽവിയെ ന്യായീകരിക്കാൻ, അതല്ലെങ്കിൽ അതിന്റെ കാരണക്കാരെ കണ്ടെത്താൻ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യവുമായി ചേർന്നു പോകുന്നതല്ല. വസ്തുതകളുടെ ഒരു വശം മാത്രം കാണാനേ ഗോവിന്ദനും പാർട്ടിക്കും കഴിഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ രണ്ട് പ്രധാന കാര്യങ്ങൾ, ബിജെപി വിജയിക്കാൻ കാരണം SNDP അടക്കമുള്ള പിന്നോക്ക ഹിന്ദു സമുദായം വ്യാപകമായിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്യും. പലയിടങ്ങളിലും ക്രിസ്ത്യാനികളും ബിജെപിയെ പിന്തുണച്ചു. അതുകൊണ്ടാണ് ബിജെപി വിജയിച്ചതും LDFന് ഇത്ര വലിയ തകർച്ച ഉണ്ടായത്. അതിന് അദ്ദേഹം SNDP അടക്കമുള്ള ഹിന്ദു സമുദായത്തിലെ സംഘടനകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. BDJS രൂപീകരിച്ച് ബിജെപിക്ക് വേണ്ടി വിടുപണി ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ ബിജെപിക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നു തുടങ്ങിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ചില ഒളിപ്പിച്ചു വെച്ച ഭീഷണിയും CPM സെക്രട്ടറി ഇന്നലെ പുറത്തെടുക്കുകയുണ്ടായി. പക്ഷെ ശരിയായ വിശകലനത്തിൽ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളത്. കേരളത്തിൽ 30% ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് മുസ്ലിം സഹോദരി. ആ ജനസമൂഹം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മൗനം പാലിക്കുകയാണ് എം വി ഗോവിന്ദൻ. ഞാൻ ആലപ്പുഴയിലെയും കോഴിക്കോട്ടെയും രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ എന്തിനാണ് അത് പറയുന്നത് ചോദിച്ചാൽ, LDFന്റെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങൾ. ആലപ്പുഴയിൽ ആരിഫും അവസാനത്തെ കനൽ ഒരു തരി. കോഴിക്കോട്ട് നമ്മുടെ എളമരം കരിമിക്ക. ഈ രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുണ്ടോ, അല്ല CPIM വിലയിരുത്തിയിട്ടുണ്ടോ, വസ്തുത അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? നോക്കൂ, നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത തരത്തിലുള്ള മുസ്ലിം പ്രീണനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം CPMഉം മുഖ്യമന്ത്രിയും നടത്തിയത്. ഇന്നേ വരെ ഒരു മതസംജ്ഞ, അല്ലെങ്കിൽ ഒരു മതചിഹ്നം, അല്ലെങ്കിൽ ഒരു മതത്തെ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി കോഴിക്കോട് നാം കണ്ടു. കരീമിക്ക, സഖാവ് എളമരം കരീമെന്ന് എഴുതുന്നതിന് പകരം മഹാഭൂരിപക്ഷം ബോർഡുകളിലും ചുമരുകളിലും നാം കണ്ടത് കരിമിക്കാനാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദനും നടത്തിയ എല്ലാ പ്രസംഗങ്ങളും മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, രണ്ടാംകിട പൗരന്മാരാണ്, സംഘപരിവാർ അവരെ ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ്, വംശഹത്യക്ക് വിധേയമാക്കുകയാണ്, പൗരത്വം ചോദ്യം ചെയ്യും. ഈ 4-5 വാചകങ്ങളാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. പക്ഷെ ഈ രണ്ട് മണ്ഡലങ്ങളിലെ വോട്ടർമാർ എങ്ങനെയാണ് വോട്ട് ചെയ്തത്? മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി നിർലജ്ജം നടത്തിയ വർഗീയ പ്രീണനത്തിന് എന്താണ് ആ പാർട്ടിക്കകത്ത് സംഭവിച്ചത്? സാമാന്യ മുസ്ലിം സമുദായത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. CPMലെ മുസ്ലിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തു ഇത് പരിശോധിച്ചിട്ടുണ്ടാവും. കോഴിക്കോട്ടും ആലപ്പുഴയിലും UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു കാരണം CPMനകത്തെ മുസ്ലിം സഖാക്കൾ UDFന് വോട്ട് ചെയ്തുകൊണ്ട്. ഞാൻ വളരെ വസ്തുതാപരമായി ബൂത്തുകൾ പരിശോധിച്ചിട്ടാണ് ഈ കണക്ക് പറയുന്നത്. CPMലെ മുസ്ലിം സഖാക്കൾ ശക്തമായ ഉള്ള ബൂത്തുകളിലെല്ലാം
MK രാഘവനും KC വേണുഗോപാലാണ് ലീഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു പരസ്യ സംവാദത്തിന് ഞാൻ ഗോവിന്ദനെ വെല്ലുവിളിക്കും. അതായത് മുസ്ലിം പ്രീണനം അവർ നടത്തിയിട്ടും പാർട്ടിയിലെ മുസ്ലിങ്ങൾ തന്നെ UDFനെ പിന്തുണച്ചു. ആ വസ്തുത എന്തുകൊണ്ടാണ് ഗോവിന്ദൻ തുറന്നു പറയുന്നത്? അതിനുവേണ്ടി ശ്രമിച്ച മുസ്ലിം സംഘടനകളെ എന്താണ് ഗോവിന്ദൻ ഭീഷണിപ്പെടുത്താത്തത്? മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ച് സ്വന്തം പാർട്ടിയിലെ മുസ്ലിം സഖാക്കളെ ആകർഷിച്ച മുസ്ലിം മതസംഘടനകളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മൗനം അവലംബിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗോവിന്ദൻ SNDPയെയും അതുപോലെ മറ്റ് ഹിന്ദു സംഘടനകളെയും മാത്രം ലക്ഷ്യം വയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് ഗോവിന്ദൻ തൃശൂരിൽ പേരെടുത്ത് പറഞ്ഞ് ക്രൈസ്തവ സംഘടനകളെ ലക്ഷ്യം വയ്ക്കുന്നത്? 2024 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പൻ ജയിച്ചപ്പോൾ ഈ നഗരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിം സഖാക്കൾ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. ഈ നഗരത്തിൽ ശ്രീധരൻ സാർ പരാജയപ്പെടുകയും ഷാഫി പറമ്പൻ ജയിക്കുകയും ചെയ്തപ്പോൾ CPMലെ മുസ്ലിം കേഡറുകൾ, മെമ്പർമാർ ഇവിടെ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. കൽപ്പറ്റയിൽ MV ശ്രേയാംസ്കുമാറിനെ പരാജയപ്പെടുത്തി സിദ്ദിഖ് വിജയിച്ചപ്പോൾ കൽപ്പറ്റ ടൗണിലും പിണങ്ങോട് ടൗണിലും ചുവന്ന തലക്കെട്ട് കെട്ടിയ CATU സഖാക്കൾ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. മുസ്ലിം പ്രീണനം നടത്തി CPMലെ മുസ്ലിം സഖാക്കൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യണം. മഞ്ചേശ്വരത്ത് ഇത് സ്ഥിരം പതിവാണ്. 89 വോട്ട് ഞാൻ പരാജയപ്പെട്ടപ്പോഴും 1000-ൽ താഴെ വോട്ടിന് മാരാർജി പരാജയപ്പെട്ടപ്പോഴും എല്ലാം നാം വിലയിരുത്തിയിട്ടുള്ള കാര്യം മുസ്ലിം സഖാക്കൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ UDFന് വോട്ട് ചെയ്യുന്നു. കരിമിക്കയെ നിർത്തി മുന്നിൽ പ്രചരണം നടത്തിയിട്ടും രാഘവന് വോട്ട് പോയി. ആരിഫിനെ മുന്നിൽ നിർത്തി സലാം അടക്കമുള്ള ആളുകൾ മുസ്ലിം വോട്ടിന് വേണ്ടി ശ്രമിച്ചിട്ടും അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, മണ്ണന്തല, ആലപ്പുഴ ഇവിടെയെല്ലാം ഉള്ള മുസ്ലിം സഖാക്കൾ UDFന് വോട്ട് ചെയ്തിരിക്കുന്നു. ഇത് വിലയിരുത്താൻ CPIM തയ്യാറാവാത്തിടത്തോളം കാലം കേരളത്തിൽ അവർ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നു. വർഗീയതയെ പ്രീണിപ്പിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സമ്പൂർണ്ണ തകർച്ചയുടെ കാരണം പിണറായി വിജയനും CPIM എടുത്ത അമിതമായ വർഗീയ പ്രചരണമാണ്. 30% വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. ഉത്തരത്തിലുള്ളത് ലഭിച്ചതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. ഇത് ശരിയായി പരിശോധിക്കാതെ SNDPയെയും ക്രൈസ്തവ സംഘടനകളെയും ഒക്കെ ഭീഷണിപ്പെടുത്തി പഴയതുപോലെ പണ്ട് സമത്വ മുന്നേറ്റം യാത്രകൾ നടന്നപ്പോ ഭീഷണിപ്പെടുത്തി അവർ വരുതിയിലാക്കാൻ ശ്രമിച്ചു. ഒരു കാര്യം മിതമായ ഭാഷയിൽ ഞാൻ പറയാം. BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ കേരളത്തിലെ ഒരു സമുദായത്തിനും ഒരു പോറൽ പോലും ഏൽക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കയ്യൂക്കും കായബലവും സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ശ്രമമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യാം. BJPക്ക് ആള് വോട്ട് ചെയ്തു, മഹാപരാധമായി പോയി എന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിലാണ്. വെള്ളാപ്പള്ളി നടേശനെയും ചില ബിഷപ്പുമാർ BJP യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെയും ക്രൈസ്തവ സമുദായ ആചാര്യന്മാരെയും ഭീഷണിപ്പെടുത്താനാണ് നീക്കമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അത് ചെറുക്കും, ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ടാകും. ആ കളിയൊന്നും ഇനി ഇവിടെ നടക്കില്ല. നിങ്ങൾ കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഭീഷണികൾ, പ്രത്യേക ചില സമുദായങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് നടത്തുന്ന ഭീഷണികൾ, അതിവിടെ വിലപ്പോവില്ല. അത്തരം നടപടികൾ ഉണ്ടായാൽ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ചില ആളുകള് ബോംബ് നിർമ്മാണവും കഴിഞ്ഞ് മറ്റ് തലത്തിലേക്ക് കണ്ണൂരിലൊക്കെ ഇന്നലെ പ്രവർത്തനങ്ങൾ തുടങ്ങി.
ഇന്നലെ പയ്യന്നൂരിൽ കരുവള്ളൂർ പ്രദേശത്ത്, അതായത് കരുവള്ളൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പാർട്ടിയുടെ വിപ്ലവത്തിന്റെ സ്ഥലമായിട്ട് കണക്കാക്കുന്നത്, ഒരു ബൂത്തിൽ, ഒരു വീട്ടിൽ 10-25 BJP പ്രവർത്തകർ, ആ ബൂത്തിൽ BJP വോട്ട് വർദ്ധിച്ചു. അവിടെ ഒരു യോഗം നടന്നപ്പോൾ 300ഓളം പാർട്ടി സഖാക്കൾ വന്നിട്ടാണ് വീട് കയ്യേറുകയും അവരെ 6 മണി മുതൽ രാത്രി 11 മണി വരെ തടഞ്ഞു വെക്കുകയും അവസാനം DGP ഉൾപ്പെടെയുള്ള പോലീസുകാരെ വിളിച്ച് പറയുന്നതിന് ശേഷമാണ് അവിടെ പോലീസ് നടപടി ഉണ്ടായത്, അക്രമകാരികളെ പിരിച്ചുവിട്ടത്. അത്തരത്തിലുള്ള ഭീഷണിയാണെങ്കിൽ ഞങ്ങള് സമാധാനകാംക്ഷികളായിട്ട് ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതിന് ശക്തമായിട്ടുള്ള അതേ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടി. അതുകൊണ്ട് ശരിയായി വിലയിരുത്തണം തെരഞ്ഞെടുപ്പിലെ പരാജയം. എന്തിനാണ് ഇത്രയും വലിയ പ്രീണന രാഷ്ട്രീയം, ലീഗ് പോലും കാണിക്കാത്ത പ്രീണന രാഷ്ട്രീയം നിങ്ങൾ കാണിച്ചു? അതുകൊണ്ട് അപക്വമായിട്ടുള്ള ഈ വിലയിരുത്തലുമായിട്ട് CPM പോയാൽ തകർച്ചയുടെ ആഴം കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഈ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് CPIM ചെയ്യേണ്ടത്. ഇതാണ് ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം. ഇനി ഇതിനകത്ത് ഒരു കാര്യം, ഇന്നലെ ഒരു കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു വിഷയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്നലെ ഇപ്പോ മാനന്തവാടിയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള കേളുവിനെ മന്ത്രിയാക്കി. നോക്കൂ, നമ്മുടെ നാട്ടിൽ പട്ടികവർഗ സീറ്റുകൾ 2 ഒരു സീറ്റാണ് മാനന്തവാടി. എത്രമാത്രം നീചമായ ഒരു പാർട്ടിയാണ് CPIM എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേളുവിന്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം. കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു, പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിന്റെ കയ്യിൽ എടുത്തു മാറ്റി. നിങ്ങൾ ആലോചിച്ചു, ഒരു പട്ടികവർഗക്കാരിയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പട്ടികവർഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകുപ്പുകളെല്ലാം എടുത്തു മാറ്റിക്കളഞ്ഞു. അതൊക്കെ MP രാജേഷനും വാസവനും. എന്താ ഇതിന്റെ അർത്ഥം? നീതി നിഷേധമാണ് കേളുവിനോട് കാണിച്ചിരിക്കുന്നത്. പട്ടികവർഗക്കാരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത്. കേരളത്തിലെ മണ്ണിന്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചുകൊടുക്കുന്ന ചെറിയ കാര്യങ്ങളെ ഉള്ളൂ. പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി ദേവസ്വവും മറ്റ് വകുപ്പുകളെല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാരെ നോക്കിക്കൊള്ളാം. CPIMന്റെ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള, അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയസമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കേളുവിന്റെ വകുപ്പ് എടുത്തു മാറ്റിയത് അനീതിയാണ്. രാധാകൃഷ്ണൻ കൈവശം വെച്ച എല്ലാ വകുപ്പുകളും കേളുവിന് തന്നെ കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ. എന്താ, കേളുവിന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? കേളു കേപ്പബിൾ അല്ലാത്ത ആളായിട്ടാണോ? കേളു ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു, നല്ല അറിവുള്ള ആളാണ്. എന്താണ് സുപ്രധാനമായ 2 വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള കാരണം? ഭരണപരിചയം നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത്? ഒരു കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൊടുത്തത്? ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി. ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കേളുവിന് സുപ്രധാനമായ 2 വകുപ്പുകൾ ഒഴിവാക്കിയത്? അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഏതാണ് പുതിയ മന്ത്രി ഉള്ളത്, പഴയ മന്ത്രി ഉള്ളത്? ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും മരുമാൻ എന്താ കൊടുത്തത്? സുപ്രധാനമായ വകുപ്പുകളെല്ലാം പുതിയ ആൾക്കാർക്ക് ആദ്യ നിയോഗത്തിൽ തന്നെ കൊടുത്തല്ലോ. എന്തുകൊണ്ടാണ് കേളുവിന്റെ വകുപ്പുകൾ എടുത്തു മാറ്റിയത്? ദേവസ്വം വകുപ്പ് ഭരിക്കാൻ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? MP രാജേഷിന് കൊടുത്ത വകുപ്പ് ഭരിക്കുന്നതിൽ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? അത് CPIM നടത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള CPIMന്റെ തമ്പ്രാൻ നയത്തിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ട്രൈബൽ ബൂത്തുകൾ നോക്കണം. കേരളത്തിലെ പട്ടികവർഗ ബൂത്തുകളിൽ, പട്ടികജാതി ആളുകൾ താമസിക്കുന്ന ബൂത്തുകളിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം നിങ്ങൾ പരിശോധിക്കണം. CPIM ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് എന്താണ്? പ്രതികാര നടപടിയാണോ? പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും, ഈഴവര് മാത്രമല്ല, അതിപിന്നോക്കക്കാരും ഒക്കെ പാർട്ടിയുടെ കൈവിട്ട് അവര് BJPയിലേക്ക് വന്നിരിക്കുന്നു.
അത് പട്ടികവർഗക്കാരുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് കൊണ്ട് കേളുവിന് ഒരു പണി കൊടുത്തതാണോ? അതല്ല ഒരു പട്ടികവർഗക്കാരനായതുകൊണ്ട് നീ ഇത്രയൊക്കെ മതി എന്ന് അവരോട് പറഞ്ഞതാണോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. കേളുവ് ഇത്രയും കഴിവുള്ള ഒരാള്, വിദ്യാഭ്യാസമുള്ള ഒരാള്, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത്? ഈ കാര്യത്തിലുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ജനങ്ങളോട് നൽകണം, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങൾ. പിന്നെന്താ കേളുവിന് എന്താണ് അയോഗ്യത? കേളുവിന് എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് മാത്രം കൊടുത്തത്? പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ എന്തുകൊണ്ട് കേളുവിന് കയ്യിൽ നിന്ന് എടുത്തു മാറ്റി? എന്താണ് മറ്റുള്ളവരിൽ നിന്ന് കേളുവിനുള്ള അയോഗ്യത? എന്താണ് പ്രതിപക്ഷം അതിനെ കുറിച്ച് മിണ്ടാത്തത്? പ്രതിപക്ഷത്തിന് എന്താണ് അതിനെപ്പറ്റി ഒന്നും പറയാനില്ലാത്തത്? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് പൊതുമരാമത്ത് വകുപ്പൊക്കെയാണ് മാറ്റേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ റോഡ്, അതാ ഞാൻ പറഞ്ഞത്, മരുമകന് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ 2 വകുപ്പുകൾ കൊടുത്തത്? കോളമാക്കിയില്ലേ രണ്ടും? റോഡും അതുപോലെ പിന്നെ ദേശീയപാത വികസനവും റോഡ് വികസനവും പാലം വികസനവും എല്ലാം ആ മനുഷ്യൻ കൊളാക്കി. ടൂറിസത്തിന് ഒരു പ്രയോജനവും നമ്മുടെ നാട്ടിലില്ല. ഇത്രയും നല്ല അവസരം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വകുപ്പ് കൊടുത്തിരിക്കുന്നത്. കേളുവിന്റെ അയോഗ്യത CPM പറയണം എന്താണ് ഈ 2 വകുപ്പുകൾ എന്ന് പറയുന്നത്? ഒരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ രാധാകൃഷ്ണൻ, കോളനി എന്നുള്ള പേര് മാറ്റണം. ഇതൊക്കെ വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ്, ആളുകളെ വിഡ്ഢികളാക്കുന്നതിനുള്ള വർത്തമാനങ്ങളാണ്. കോളനി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗ കോളനി, പട്ടികവർഗജാതി കോളനി എന്നൊക്കെയുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അവമാനവും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ച് വർത്തമാനങ്ങളാണ്. ഇനി കോളനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സർക്കാർ വന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ പട്ടികവർഗ കോളനികളുടെ അവസ്ഥ എന്നെങ്കിലും ഒന്ന് പിന്നെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് വേണമായിരുന്നു നിയമസഭയിൽ ഇത് പറയാനെന്ന്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ശരിയായി കേരളത്തിലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങൾ ചിന്തിക്കണം എന്നാണ് BJP പറയുന്നത്. ദേവസ്വം ഉൾപ്പെടെ ഒരു സവർണ ലോബിയുടെ കയ്യിലായതുകൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ പിന്നെ അവര് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ദേവസ്വം വകുപ്പ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഈ അദ്ദേഹം കൈവശം വെച്ചിരുന്ന വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി ഒരു ലോജിക്, എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? എനിക്കതാണ് വേണ്ടത്. എന്തിനാണ് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കേളുവിൽ നിന്നും എടുത്തു മാറ്റിയത്? കേളുവിനുള്ള അയോഗ്യത ഞാൻ അത്ര ചോദിച്ചുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ജാതി മതം അതൊക്കെ ഉണ്ടെന്നാണോ ഇതിലൂടെ? അല്ല, എന്താണ് ഞാൻ ചോദിക്കുന്നത്? ഞാനിപ്പോ വേറെ ഒരു ഇന്റർപ്രിട്ടേഷനും ഞാൻ ശ്രമിക്കുന്നില്ല. എന്റെ ചോദ്യം, കേളുവിന്റെ കയ്യിൽ നിന്ന് 2 പ്രധാന വകുപ്പുകൾ എടുത്തു മാറ്റാനുള്ള അയോഗ്യത എന്താണ്? ഞാൻ ചോദിച്ച ചോദ്യം ഒരു ലോജിക്കലാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു. ആദിവാസി ആയതുകൊണ്ടാണ്. അല്ല, എന്താണെന്ന് ഞാൻ ചോദിക്കും. എന്തുകൊണ്ടാണ് CPM കേളുവിന്റെ കയ്യിൽ നിന്ന്, അതായത് പിന്നെ രാധാകൃഷ്ണൻ കൈവശം വെച്ച വകുപ്പുകൾ എന്തുകൊണ്ടാണ് പിന്നെ കേളുവിന് കൊടുക്കാത്തത്? അതെന്തിനാണ് വാസവനും രാജേഷിനും കൊടുത്തത്? അതിന് മറുപടി വേണമല്ലോ. ഇപ്പൊ തന്നെ ഈ മന്ത്രി MP രാജേഷിന്റെ കയ്യിൽ ഇപ്പൊ തന്നെ എക്സൈസ് തന്നെ തദ്ദേശ സ്വയംഭരണം ഈ 2 വലിയ വകുപ്പുകളുണ്ട്. പിന്നെ എന്തിനാണ് കൊടുത്തത്? മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ വലിയ വിമർശനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. നികുതി വർദ്ധിപ്പിച്ചത് എല്ലാം ഉണ്ട്. എല്ലാ വകുപ്പുകളും കുളമായിരിക്കുകയാണ്. അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? പറയുന്ന പാർലമെന്ററി കാര്യത്തിന് വലിയ പരിചയം ഉണ്ടെങ്കിലേ പാർലമെന്ററി കാര്യം നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്താ ആദിവാസി പട്ടികവർഗക്കാരന് ഇത് പരിചയമൊന്നും ഉണ്ടാകാൻ പറ്റില്ല? രാഷ്ട്രപതിയായിട്ടൊരു പട്ടികവർഗക്കാരി ഇരിക്കുന്ന നാട്ടിലാണ് ഈ പറയുന്നത്. ഇന്ത്യയെ പോലെ ഇത്രയും വിശാലമായ ഒരു രാജ്യത്ത് അതായത് ഒരു ഭാഗത്ത് കോളനിയിൽ നിന്നുള്ള പേര് മാറ്റുന്നു, മറുവശത്ത് ഇതാണ് ചെയ്യുന്നത്. കോളനി പേരുമാറ്റം പറഞ്ഞ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് ഈ ചതി, ഈ ഒരു വഞ്ചനാപരമായ നിലപാട് പട്ടികവർഗ സമൂഹത്തോട് കാണിച്ചിരിക്കുന്നത്. ഈ വയനാടിന് സമ്മാനം എന്നുള്ളതാണ് ഇപ്പൊ CPM-ന്റെ പ്രൊഫൈലുകളിലൊക്കെ വരുന്നത്. വയനാടിനെയും പട്ടികവർഗക്കാരെയും അപമാനിക്കുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. വേറെ വകുപ്പ് വേറെ ഇപ്പം മേയർ ഭർത്താവായതുകൊണ്ടാണ് സച്ചിൻ കൊടുക്കാതിരുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. മേയർ അവിടെ പരമാവധി കുളമാക്കിയത് കൊണ്ടാണ് സച്ചിൻ ദേവന് കൊടുക്കാതിരുന്നത്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, മാധ്യമ പ്രവർത്തകർക്കും അറിയാം, രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയാം. കേളുവിന് കൊടുക്കുകയും വേണം, എന്നാൽ കേളുവിന് ഒന്നും കൊടുക്കാതിരിക്കുകയും വേണം. ഇതൊരു ഇത്രയും വൃത്തികെട്ട ഒരു സമീപനം ആയതുകൊണ്ടാണ് ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷം ഇത് ചൂണ്ടിക്കാണിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പണ്ടേ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തപ്പോൾ
അബ്ദുറഹ്മാനെ കൊടുത്തില്ലല്ലോ. മുഖ്യമന്ത്രി ഏറ്റെടുത്ത സമയത്ത് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ന്യൂനപക്ഷ വകുപ്പ് എനിക്ക് ഏറ്റെടുത്തുകൂടാ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു. അപ്പൊ ഈ പട്ടികജാതി വകുപ്പ് ഈ കേളുവിന് തന്നെ കൊടുക്കണം നിർബന്ധമല്ല, കൊടുക്കാലോ. കേളുവിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. ഒരു മന്ത്രി കേളുവിന്റെ കയ്യിൽ മറ്റു രണ്ട് വകുപ്പുകൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ്. എന്തിനാണ് അത് എടുത്തു മാറ്റുന്നതാണ്. അല്ല, മുൻപ് കടന്നപ്പള്ളി വന്ന സമയത്തും തുറമുഖ വകുപ്പ് വാസന നൽകി. പാർട്ടി തീരുമാനമായിട്ട് കണക്കേ വരും. പുതിയ മന്ത്രി വരുന്നു, മന്ത്രിസ്ഥാനിലേക്ക് വരുന്നു. അപ്പം പാർട്ടി തീരുമാനം കണ്ടാ പോരെ. അല്ല, പാർട്ടി തീരുമാനമല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് എന്താണ് ന്യായീകരണം എന്നുള്ളത്. ഏതിനും ഒരു ന്യായീകരണം വേണമല്ലോ. കേളുവിന്റെ കയ്യിൽ നിന്ന് രണ്ട് വകുപ്പുകൾ എന്തിനാണ് എടുത്തു മാറ്റിയത്? എന്റെ ചോദ്യം അതാണ്. ബാക്കിയുള്ള കാര്യമൊക്കെ ഇനി അവര് പറയട്ടെ, എന്നിട്ട് നോക്കാം. വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോ സമസ്തയുടെ പത്രത്തില് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്, വർഗീയ വിഷം ചീറ്റുകയാണ്, RSSനോട് ഇസേവ ചെയ്യാന്നൊക്കെ. അല്ല, സമസ്ത പറയുന്നതിൽ ഇപ്പോ അവർക്ക് ഇഷ്ടം ജനാധിപത്യ സമുദായത്തിൽ അവർ പറഞ്ഞോട്ടെ. ഗോവിന്ദന്റെ ഭീഷണി നടപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സമസ്തയെ കൈകാര്യം ചെയ്യാനൊക്കെ പിന്നെ അവര് പറയുന്നതിനോട് നേരിടാനൊക്കെ അവര് പ്രശ്നമല്ല. പക്ഷേ ഗോവിന്ദൻ ചില പേരുകളും ചില സംഘടനകളുടെയും പേര് പറഞ്ഞ് ഒരു ഭീഷണി ഇന്നലെ മുഴക്കിയിരിക്കുന്നു. അത് വെച്ചു ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സമസ്തയോ ലീഗോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയോ ഈവൻ PFIയോ അവർക്കൊക്കെ എന്ത് വേണേ പറയാം. എന്റെ ചോദ്യം, ഭരിക്കുന്ന കക്ഷി തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട്, സമുദായങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി നടത്തിയിരിക്കുകയാണ്. അതേസമയം മറുവസ്തുത കാണാതെയും പോയിരിക്കുകയാണ്. മുസ്ലിം വോട്ടുകൾ നഷ്ടമായതിനെ കുറിച്ചോ അതിന് കാരണക്കാരായവരെ കുറിച്ചോ പരാമർശിക്കുന്നേ ഇല്ല. SNDPയും പിന്നെ പട്ടികജാതിക്കാരും ക്രിസ്ത്യാനികളും മാത്രം കുറ്റക്കാരും. സ്വന്തം കയ്യിൽ നിന്ന് ആള് പോയില്ലേ? ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. ആ കാര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് അപ്പൊ തുടരുന്നത്? ഈ മൂരാച്ചി നയം തന്നെയാണ്. അല്ല, വിമർശനം വന്നല്ലേ SDPയുടെയും അതുപോലെ തന്നെ ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് അത് UDFന് പോയി. എന്റെ ചോദ്യം അതല്ല. സ്വന്തം പാർട്ടി സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിം സഖാക്കൾ മറിഞ്ഞുപോയി. അതിന് കാരണക്കാരായിട്ടുള്ള സംഘടനകൾ ഇവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജിഫ്രി തങ്ങളെ കാണാൻ പോകുന്നു ഇല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ജിഫ്രി തങ്ങളുടെ വീട്ടിൽ ആഹാരം കഴിക്കാൻ പോകുന്നു. എന്ത് ഡീലായിരുന്നു? ജിഫ്രി തങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, മുഖ്യമന്ത്രിയുടെ മരുമകനെയൊക്കെ കണ്ടതും സംസാരിച്ചതും ചായ കുടിച്ചതൊക്കെ ഇതിനായിരുന്നോ? ആ ചോദ്യത്തിനല്ലേ മറുപടി കണ്ടത്. ലീഗ് പറയുന്നത് സാമുദായിക സമവാക്യങ്ങൾ പാലക്കാട് ഇപ്പൊ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അല്ലെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇനിയത് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഒരു പാർട്ടി നടത്തുന്നത്. എന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ അസ്തിത്വം, അതിന്റെ ഏതൊരു സംഘടനയും മുന്നോട്ട് പോകുന്നതിന് അതിനൊരു ജൈവഘടന നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ആ ഒരു ലെഫ്റ്റ് ജൈവഘടന പോയി. ആ പാർട്ടി ലെഫ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് അവർ മാറി തികഞ്ഞ ഒരു എന്താ പറയാ, ഒരു മതമൗലികവാദ അല്ലെങ്കിൽ ഒരു പിന്നെ മുതലാളിത്ത ഐഡിയോളജിയിലേക്ക് അവർ പോവാണ്. അതുകൊണ്ട് ലെഫ്റ്റിന്റെ കാര്യം ഇനി അവർക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ കഴിയുമെന്നൊക്കെയുള്ള പ്രത്യാശ വെറുതെയാണ്. കാരണം തിരിച്ചു വരുമായിരുന്നു. എങ്ങനെ? പണ്ടൊക്കെ വോട്ട് പോയിട്ട് തോറ്റിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ കാരണം? തിരിച്ചു വരാൻ പാകത്തിൽ അവരുടെ കേഡറുകൾ, ജീവിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അനുഭാവികളെ തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ അവരാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അത്ര എളുപ്പത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സ്വീകാര്യത ഓരോ വർഷം കഴിയുമ്പോൾ അത് കൂടിക്കൂടി വരികയാണ്. ഇത് മുന്നോട്ടും അത് പിന്നോട്ടും തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. സൈബർ സഖാക്കൾ ഇപ്പൊ പറയുന്നത് BJP ഇപ്പോൾ ക്രിസ്ത്യൻ പ്രീണനം കൂടുതലായി നടത്തുന്നു എന്നുള്ളൊരു തിരിച്ചടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കതാണ്. അപ്പോ നിങ്ങളും ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ക്രിസ്ത്യൻ സഭകളെ കാണുന്നു, സഭാ മേലധ്യക്ഷന്മാരെ കാണുന്നു. അപ്പൊ അതേ ഒരു റൂട്ടിൽ തന്നെ അവരും വരികയാണ് എന്നുള്ള രീതിയിലാണ്. ഞങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളിൽ വെള്ളം ചേർത്തോ, ഞങ്ങള് ക്രിസ്ത്യാനികളുമായി ആശയവിനിമയം നടത്തിയത് കൊണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടിൽ എന്തെങ്കിലും ചോർച്ച ഉണ്ടാവുക ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം മതമൗലികവാദം ശക്തിപ്പെടുകയും അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലെല്ലാം അവർ പിടിമുറുക്കുകയും മറ്റു രണ്ട് സമുദായങ്ങൾ അവഗണിക്കപ്പെടുകയും 80-20 എന്നുള്ള റേഷ്യോയിലേക്ക് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഐക്യപ്പെടലാണ്. അല്ലാതെ അതൊരു പ്രീണനമല്ല. മറിച്ചുള്ളതെല്ലാം ഒരു എന്താ പറയാ, ഇന്നത്തെ സാഹചര്യം മുതലെടുത്ത് അവിടെ തീവ്ര ചിന്താഗതിക്കാരെ വളർത്തി വോട്ട് ബാങ്കിനെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളാണ്.
കോൺഗ്രസ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയുടെ സൂചന നൽകിയിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും ആയിട്ടില്ല പാലക്കാട്? എ ക്ലാസ് മണ്ഡലത്തിൽ എ ക്ലാസ് സ്ഥാനാർത്ഥി വരുമോ പാലക്കാട്? ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. താങ്കളുടെ പേരും കേൾക്കുന്നുണ്ട് കേസ്. ഞാനിപ്പോ അത് പറയും. ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനത്തെ സ്പെക്കുലേഷൻസ് ഒന്നും ഇപ്പൊ നടത്തണ്ട. ഞങ്ങള് നന്നായി പരിശോധിച്ച് സ്വീകാര്യമായ നിലയിൽ വോട്ടർമാരുടെയും കൂടി മനസ്സെടുത്ത് പാർട്ടിയുടെ താല്പര്യങ്ങൾ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ആരാണ് നിങ്ങൾ കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞ്? പാർട്ടി പ്രസിഡന്റായ തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വല്ലാത്തൊരു ഊർജ്ജം കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഊർജ്ജത്തോടു കൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ സഹായിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പിന്നെ ഞങ്ങള് ഇപ്പോ ജനങ്ങൾ നൽകിയ പിന്തുണയെ നന്നായിട്ട് വിലമതിക്കുന്നു. ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങള് ഔട്ട്റീച്ച് വർദ്ധിപ്പിക്കണം, ശേഷി വർദ്ധിപ്പിക്കണം, ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കണം. അതിനു പറ്റിയൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കേരളം വരുന്നു എന്നുള്ള നല്ല തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്കിടയിൽ കാണാം. അല്ലാതെ ഉടനെ ഒരു സീറ്റ് കിട്ടി 20% വോട്ട് കിട്ടി എന്ന കഴിഞ്ഞു ഞങ്ങളുടെ ദൗത്യം അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരു ലോങ് ടേം ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്നെടുക്കുകയാണ്. ഇപ്പൊ കുറച്ച് വേഗം കൂടിയിട്ടുണ്ട്. അത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും സഹനവും എല്ലാം ഞങ്ങളുടെ ഭാഗത്ത്. പക്ഷെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഒരു ബിജെപിയുടെ വിജയം എന്നുള്ള രീതിയിൽ കാണാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ. ആ വിലയിരുത്തൽ വളരെ വളരെ അപക്വമാണ്. കാരണം 20% വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ. 20% വോട്ടിലേക്ക് ഞങ്ങൾ വന്നത് എല്ലാ മാധ്യമങ്ങളും, നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ എല്ലാം പറഞ്ഞു. അല്ല, തന്ത്രങ്ങളെല്ലാം ഇപ്പൊ വെളിപ്പെടുത്തിയാൽ ഇനി സമയത്ത് കാത്തിരിക്കുക. ഈ കഴിഞ്ഞ തവണ ഈ പിരായി കണ്ണാടി പഞ്ചായത്തുകളൊക്കെ എണ്ണിയപ്പോഴാണ് വോട്ട് മാറിയത്. സ്വാഭാവികമായിട്ടും CPM-ന്റെ 5000 വോട്ടാണ് കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ക്രോസ് വോട്ടിംഗ് ഒക്കെ ഇത്തവണയും ചെറുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ല, അത് പിന്നെ ക്രോസ് വോട്ടിങ്ങിന് ശ്രമമൊന്നും ഉണ്ടാവില്ല എന്നൊന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല. അത് തൃശ്ശൂരിലുണ്ടായിരുന്നു, പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. അതായത് ഒരു തവണ ക്രോസ് വോട്ട് ചെയ്യുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർ പക്ഷെ ഇപ്പൊ പാലക്കാട് തന്നെ നിങ്ങൾ നോക്കും. പാലക്കാട് ഈ ശ്രീധരൻ പരാജയപ്പെട്ടപ്പോഴാണ് LDF-ൽ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്ത ആൾക്കാരുടെ മനസ്സിൽ, അതായത് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തു കുറെ ആൾക്കാർ ശ്രീധരൻ സാറെ തോൽപ്പിക്കാൻ ഷാഫിക്ക് വോട്ട് ചെയ്തു. അത് ഞങ്ങളെക്കാൾ നന്നായി വിലയിരുത്തിയത് ആ പാർട്ടിയിലെ അണികൾ തന്നെയാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരുടെ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയല്ലേ ഇവിടെ നിർത്തിയത്. സോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ കൊള്ളരുതായ്മകൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് വരും തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വിലയിരുത്തും. ആ പാർട്ടിക്കുള്ളിലുള്ളവർ വിലയിരുത്തും. അതോ ഹിന്ദു സഖാക്കളൊക്കെ പിന്നെ CPM-ന് വോട്ട് ചെയ്തു, മുസ്ലിം സഖാക്കളൊക്കെ ഷാഫിക്ക് വോട്ട് ചെയ്തു. അത് വല്ലാത്തൊരു വേദനാജനകമായ ഒരു കാര്യമാണ് പാർട്ടി കേഡറുകൾ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ കാണാതിരിക്കും. അല്ല, പാലക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് ചെറിയ മുസ്ലിം വോട്ടുകൾ കൊണ്ട് ഷാഫിയെ, ചെറിയ മുസ്ലിം വോട്ടല്ല, നിങ്ങൾ എണ്ണ എടുക്കാത്തതുകൊണ്ടാണ്. എന്നാൽ ഭൂരിപക്ഷം വോട്ടുകൾ ഹിന്ദു വോട്ടുകളാണ്. ഹിന്ദു വോട്ടുകളെല്ലാം ഇയാൾക്ക് പോൾ ചെയ്തു. ഞങ്ങൾ പറഞ്ഞതല്ലത്, ആ പാർട്ടി വിലയിരുത്തിയത്. ഇവിടെ പ്രകടനവും മധുരപലഹാര വിതരണവും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് TV-യിൽ. സോഷ്യൽ മീഡിയ മുഴുവൻ LDF സഖാക്കൾ അന്ന് ആഘോഷിക്കുകയായിരുന്നു. പിന്നെ കൃഷ്ണകുമാർ പാർട്ടിയിൽ ഞങ്ങൾ തോറ്റപ്പോൾ. അതുകൊണ്ട് നമ്മള് ഇപ്പൊ തന്നെ വയനാട്ടിലെ കാര്യത്തില് അവർ പറഞ്ഞെന്താ, BJP മുതലെടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം ലജ്ജാകരമായ നിലപാടാണ്. ഒരു പാർട്ടി, ഒരു മുന്നണി, അതായത് ഈ നാട് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണി പറയാണ് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിട്ടല്ല. ഇത്രമാത്രം ആശയപരമായിട്ട് അവർ താഴോട്ട് പോയി. അവർ സ്റ്റൂപ്പ് എത്ര അതിന്റെ ഉപ്പ് കുത്തിയിരിക്കുന്നു. BJP മുതലെടുക്കുന്നുണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. നമുക്ക് പച്ച മലയാളത്തിൽ അതല്ലേ പിണറായി വിജയൻ പറഞ്ഞത്, ആനിരാജ പറഞ്ഞത്.
ആ ഒരു ലെവലിലേക്ക് താഴുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം. അത് അണികൾ എത്രമാത്രം സ്വീകാര്യത അവർക്ക് കൊടുക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സംസ്ഥാനത്ത് നെൽകർഷകർ ഏറ്റവും ഞാൻ പറയാൻ വിട്ടു. ഇതാ ഇപ്പോ നെല്ലിന് വീണ്ടും താങ്ങുവില എത്ര 117 രൂപ അല്ലെ? കിൻഡലിന് 1 രൂപ 17 പൈസ 117 രൂപ. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാൻ പറയാം. ഈ പൈസ സ്റ്റേറ്റ് കുറയ്ക്കെടുക്കണം. അതായത് കേന്ദ്രം എത്ര താങ്ങുവില വർദ്ധിപ്പിക്കുന്നോ സ്റ്റേറ്റിന്റെ വീതം അത്രയും കുറയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു വിചിത്രമായ സംഭവം ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ എന്താണ്, താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് വർദ്ധിപ്പിക്കും. ഇനി അഥവാ സ്റ്റേറ്റിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന താങ്ങുവിലയോടൊപ്പം നിലവിലുള്ള താങ്ങുവില കൊടുക്കും. ഇപ്പൊ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് എന്താ നടക്കുന്നത്? കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുന്നു, സ്റ്റേറ്റ് താങ്ങുവില കുറയ്ക്കുന്നു. അപ്പോ ഇപ്പൊ 1 രൂപ 17 പൈസ അധികം 1 കിലോ നെല്ലിന് കർഷകന് കിട്ടുകയാണ്. പക്ഷെ സീസണിൽ കർഷകന് കിട്ടില്ല. അത്രയും ഇവരും കുറയ്ക്കും. ഇത്ര ജനവിരുദ്ധമാണ് LDF എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നെല്ലിന് താങ്ങുവില 117 രൂപ വർദ്ധിപ്പിച്ച പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തക്കാളിക്ക് 105 രൂപയായി. പിണറായിയോട് ചോദിക്കുന്നു, ഒന്നിനും വില കൂടില്ലെന്ന് പറഞ്ഞില്ല. ഇന്ത്യയില് ഇത് ജീവിത നിലവാര ഇതനുസരിച്ച് കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തെ കണക്ക് വന്നിരിക്കുകയാണ്. എല്ലാ നിത്യോപയോഗ